തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. ഡോക്ടേഴ്സ് ഉൾപ്പെടെ ജീവനക്കാരുടെ കുറവ് രോഗികളെ വലയ്ക്കുകയാണ്. ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഇടയ്ക്ക് മോടി കൂട്ടി എന്നതൊഴിച്ചാൽ കാര്യമായ വികസനം ഉണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത. 15 കോടി മുടക്കി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലെ ലിഫ്റ്റ് ഇടയ്ക്ക് പണിമുടക്കുന്നതോടെ കിടപ്പ് രോഗികളെയും ശസ്ത്രക്രിയ കഴിഞ്ഞവരെയും വാർഡുകളിൽ ചുമന്നെത്തിക്കേണ്ട അവസ്ഥയാണ്. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിച്ചെന്നും ആരോപണമുണ്ട്. 15-16 വർഷങ്ങൾ ആയിട്ടിരിക്കുന്ന ഡെയിലി വേജസുകാർ തൊട്ടിങ്ങോട്ടുണ്ട്. അപ്പം ഈ ഡെയിലി വേജസുകാരും സ്ഥിരം ജീവനക്കാരും തമ്മിലുള്ള തർക്കം, ഇവിടെ വരുന്ന പേഷ്യൻറ്റിനെ ഇത് ആര് ചികിത്സിക്കും എന്നറിയാത്ത ഒരവസ്ഥാവിശേഷം, ഡോക്ടർമാർ കൃത്യമായി വരാതിരിക്കൽ, ലിഫ്റ്റ് നിരന്തരമായി പല ഘട്ടങ്ങളിലും കംപ്ലൈൻറ്റ്, 1 വർഷം വരെ ഇവിടുത്തെ ലിഫ്റ്റ് കംപ്ലൈൻ്റായി കിടന്ന ഒരു സാഹചര്യമുണ്ട്. ICU, ലേബർ റൂം, ലാബ്, ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയവയെല്ലാം പ്രവർത്തന സജ്ജമാണെങ്കിലും 1971 സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് ഇന്നും ആശുപത്രിയുടെ പ്രവർത്തനം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം ആവശ്യത്തിന് ജീവനക്കാരെയും നിയോഗിക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. 24 തൊടുപുഴ.